പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനാണോ? ക്രിസ്തു കുരിശിൽ മരിച്ചു, ക്രിസ്തു ഉത്ഥാനം ചെയ്തു. പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങൾ വരുന്നത് ഇസ്ലാം മതവിശ്വാസികളിൽ നിന്നാണ്. ക്രിസ്തു മതവിശ്വാസികൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വരുന്നെന്ന് മനസ്സിലാക്കാനായിട്ടോ സാധിക്കാറില്ല. പലപ്പോഴും ഇങ്ങനെ ഓൺലൈനുകളിലുണ്ടാകുന്ന ഡിസ്കഷനുകൾ ക്രിസ്തു മതവിശ്വാസികളെ തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിനും ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് പതുക്കെ മാറുന്നതിനും ഇടയാക്കുന്നു. ക്രിസ്തുമതം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാം മതത്തിൽ നിന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. മറ്റേത് മതവും ക്രിസ്തു മതത്തിന് പാരലാണ്. ഒരിക്കലും ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്നില്ല, ഒരിക്കലും ഒരു വെല്ലുവിളിയായിട്ട് വരുന്നില്ല. പക്ഷെ ഇസ്ലാം മതം എന്ന് പറയുന്നത് ജൂതമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും മാനിപ്പുലേറ്റഡ് വേർഷനാണ്. അതായത് വികലമായിട്ട് അതിലെ കുറെ കാര്യങ്ങൾ മാറ്റി മറിച്ച് എഴുതിയ ഒരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിൽ എപ്പോഴും ഇസ്ലാം മതവിശ്വാസികൾ ക്രിസ്തു മതവിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു, ഞങ്ങൾ പിന്തുടരുന്നു, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ ക്രിസ്ത്യാനികൾ. അവർ പറയുന്നത് ഞങ്ങൾ സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്, യേശുവിനെ പോലെ താടി വളർത്തുന്നുണ്ട്, സാബത്ത് ആചരിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമാണ് അവർ പറയുന്നത്. പക്ഷെ ഇസ്ലാം മതം അംഗീകരിക്കാത്ത അടിസ്ഥാനപരമായ ക്രിസ്തു മതത്തിന്റെ 3 വിശ്വാസ സത്യങ്ങളുണ്ട്. അതായത് ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കാത്തതെങ്കിലും ആ 3 കാര്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം തന്നെ തകരുകയാണ്. 1, ക്രിസ്തുവിന്റെ കുരിശുമരണം. 2, ക്രിസ്തുവിന്റെ ഉത്ഥാനം. 3, ക്രിസ്തുവിന്റെ ദൈവത്വം. ഇത് വളരെ വലിയൊരു വിഷയമായതുകൊണ്ട് ഞാനത് ഒറ്റയടിക്ക് എല്ലാത്തിനെക്കുറിച്ചൊരു ഡിസ്കഷന് പോകുന്നില്ല. ആദ്യമേ ക്രിസ്തുവിന്റെ കുരിശുമരണത്തെക്കുറിച്ച് നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഒരു നെക്സ്റ്റ് ടോക്കിൽ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് നോക്കാം. അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് നോക്കാം. പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങൾക്കും അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരങ്ങളും കുറച്ചൊന്ന് ആഴത്തി ചിന്തിക്കാം. അതിനുശേഷം എങ്ങനെ ഒരു ക്രിസ്തുമത വിശ്വാസിക്ക് ഇസ്ലാം മതത്തെ ചോദ്യം ചെയ്യാൻ പറ്റും, ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിലേക്ക് കൂടെ പോകാം. അങ്ങനെ ഒരു ചിന്തകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് എന്താണ് നമുക്കുള്ള തെളിവ്? ക്രിസ്തു മരിച്ചുത്ഥാനം ചെയ്തതിന് 600 വർഷം കഴിഞ്ഞ് ജീവിച്ചിരുന്ന മുഹമ്മദ് നബി പറയുന്നു ക്രിസ്തു മരിച്ചിട്ടില്ല, ക്രിസ്തുവിനെ പോലെ വേറെ ആരെയും അവർ കുരിശെ തറച്ചതാണ്. ഇന്നും ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ക്രിസ്തുവിന്റെ കൂടെ അന്ന് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ അന്നുണ്ടായിരുന്ന ആൾക്കാർക്കോ ഒന്നും അറിയത്തില്ലാത്ത കാര്യം 666 വർഷം കഴിഞ്ഞ് വന്ന മുഹമ്മദിനെ അറിയത്തുള്ളൂ. ഓക്കെ, അതിലെ ഒരു
വിരോധാഭാസത്തിലേക്കല്ല ഞാൻ പോകുന്നതിന് പകരമായിട്ട് കുറച്ച് നമുക്ക് ക്രിസ്തുവിന്റെ മരണത്തിന്റെ തെളിവുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് യേശു തന്റെ മരണം പ്രവചിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 16:21 പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് ജെറുസലേമിനെ കുറിച്ചും ജെറുസലേമിലെ പീഡനങ്ങളെ കുറിച്ചും എല്ലാം പറയുന്നു. ആ സമയത്ത് പറയുന്നുണ്ട്. അതായത് തന്നെ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിലും ഇത് പറയുന്നുണ്ട്. യേശു തന്റെ കുരിശുമരണം പ്രവചിച്ചിട്ടുണ്ട്. അതായത് കുരിശുമരണം എന്ന് പറഞ്ഞ് ഒരു യേശുവിനെ അറിയത്തില്ലാതെ വന്ന ഒരു കാര്യമല്ല, യേശുവിനെ അറിയാവുന്ന കാര്യമാണ്. യേശു പ്രവചിച്ചിട്ടുണ്ട്. രണ്ടാമത് യേശു അത് സ്വമനസ്സോടെ ഏറ്റെടുത്തതാണ് കുരിശുമരണം. പിതാവേ, കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രം പോകട്ടെ, പക്ഷെ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ഒരു വില്ലിങ്നെസ്, അതായത് ഒരു സ്വമനസ്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ളൊരു മനസ്സോടുകൂടിയാണ് പോകുന്നത്. അത് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 12 വ്യൂഹ മാലാഹമാരെ ദൈവം എനിക്ക് അയച്ചു തന്ന് എന്നെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? പക്ഷെ വചനങ്ങൾ തിരുവെഴുത്തുകൾ പൂർത്തിയാകണമെന്ന് വീണ്ടും പറയുന്ന വചനമുണ്ട്. സോ അത് സ്വമനസ്സോടു കൂടിയാണ് കുരിശുമരണം സ്വീകരിക്കുന്നത്. സുവിശേഷകാരന്മാരെല്ലാവരും ഈശോയുടെ കുരിശുമരണം ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ ബയോഗ്രഫി, അതായത് ജീവചരിത്രമാണ് 4 സുവിശേഷകന്മാർ 4 പേരും എഴുതിയേക്കുന്നത്. 4 പേരും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് ഇത്, കുരിശുമരണം. ബൈബിള് പറയുന്നതനുസരിച്ച് യേശുവിന്റെ കുരിശുമരണത്തിന് യേശുവിന്റെ അമ്മ മഗ്ദലന മറിയം, സെബദിയുടെ അമ്മ മേരി, ജെയിംസിന്റെയും ജോസഫിന്റെയും അമ്മയായ മേരി, അങ്ങനെ സ്ത്രീകള്, മറ്റ് ഒത്തിരിയേറെ സ്ത്രീകളും എല്ലാം കുരിശുമരണത്തിന് സാക്ഷികളായിട്ട് കണ്ടുകൊണ്ട് അവിടെ നിപ്പുണ്ടായിരുന്നു. യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷവും പത്രോസും പൗലോസും കൊടുക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങളെ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. സോ ക്രിസ്തീയമായിട്ട് യേശുവിന്റെ ശിഷ്യന്മാര്, സ്ത്രീജനങ്ങള്, അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് സാക്ഷികളായിട്ട് അനേകം പേരുണ്ട്. സോ അതുകൊണ്ട് തന്നെ യേശു കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും ഒരു യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒത്തുപോകുന്ന ഒരു കാര്യമല്ല. ഇനിയും വന്നിട്ട് യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ സോഴ്സുകളിൽ നിന്ന് ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള റെഫറൻസുകൾ എവിടാണുള്ളതെന്ന് തൽമൂദില് സെൻഹെദ്രീൻ 43A ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. യഹൂദന്മാർ ഒരിക്കലും ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നവരല്ല. അവര് ഇത് എഴുതുമ്പോൾ ചരിത്രപരമായ കൃത്യതയോട് കൂടിയാണ് അവർ എഴുതിയിരിക്കുന്നത്. അല്ലാതെ യേശുവിനെ കുരിശിൽ തറച്ചെന്നോ തറച്ചില്ല എന്നോ പറയുന്നതുകൊണ്ട് അവർക്ക് ഗുണമോ ദോഷമോ ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാവുന്നൊരു റെഫറൻസ് ആണ്. താൽമൂദി പറയുന്നുണ്ട്, ദാമോ ഉള്ള വാസ് എ ഡിസൈപ്പിൾ ഓഫ് യൗചൻ. പിന്നെ അടുത്തതായിട്ടുള്ള റോമാക്കാരുടെ സാക്ഷ്യങ്ങളാണ്. കൊർണേലിയൂസ് ടാക്ടിയൂസ് എഴുതിയിട്ടുണ്ട്, ക്രിസ്തുസ് വാസ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ഹാൻഡ് ഓഫ് പ്രൊക്യൂറേറ്റർ പോണ്ടിയസ് പൈലറ്റ്.
പിന്നെയുള്ള ലൂസിയൻ ഓഫ് സമോസ്ത, ക്രൈസ്റ്റ് വാസ് ദ മാൻ ഹു വാസ് ക്രൂസിഫൈഡ് ഇൻ പാലസ്റ്റൈൻ. ഇവരുടെയൊക്കെ റെഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിസ്റ്റോറിക്കലാണ്. ഇവർക്ക് വന്നിട്ട് ക്രിസ്ത്യാനികളെ സഹായിക്കാനായിട്ടോ അല്ലെ ക്രിസ്ത്യാനികളെ എതിർക്കാനായിട്ടോ അങ്ങനെ ഇല്ല യഹൂദരെ സഹായിക്കാനായിട്ടോ യഹൂദരെ എതിർക്കാനായിട്ടോ ഒന്നുമല്ല. അവരെഴുതുന്നത് പ്രൊഫഷണലായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, ചരിത്രപരമായ സത്യങ്ങൾ അവരെഴുതി സൂക്ഷിക്കുന്നു, അത്രയേ ഉള്ളൂ. സോ ഇങ്ങനെ നോക്കുമ്പോൾ 3 രീതിയിലുള്ള സാക്ഷികളുണ്ട്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ സാക്ഷ്യങ്ങളുണ്ട്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന യഹൂദര് താൽമൂദിലും എല്ലാം എഴുതിയേക്കുന്ന സാക്ഷ്യമുണ്ട്, റോമൻസ് എഴുതിയ സാക്ഷ്യമുണ്ട്. ഈ 3 സാക്ഷ്യവും ഒരേ കാര്യത്തെയാണ്, യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു, യേശു മരിച്ചു എന്നുള്ളത്. ഇനിയും ഒന്ന് വേറൊരു കാര്യമുള്ളത്, വളരെ തെറ്റായ രീതിയിൽ മുസ്ലിം സഹോദരങ്ങൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുരിശിൽ നിന്ന് യേശു രക്ഷപ്പെട്ടു എന്നുള്ളത്. ഒരു ശതാധിപനടക്കം റോമൻ പട്ടാളക്കാരെ നിൽക്കുന്ന അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറച്ച് സ്ത്രീകൾ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ മാത്രം മുസ്ലിം സഹോദരങ്ങൾ വിഡ്ഢികളായി പോയതിൽ എനിക്ക് സഹതാപമുണ്ട്. കാരണം യേശു മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് യേശുവിന്റെ ശരീരം ജോസഫിനും അരിമത്യക്കാരൻ ജോസഫിന് വിട്ടുകൊടുത്തത്. പീലാത്തോസിന്റെ യേശു മരിച്ചു എന്ന് കേട്ടപ്പോൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നു, ഇത്ര പെട്ടെന്ന് മരിച്ചു എന്ന്. റോമാക്കാരുടെ നിയമം അനുസരിച്ച് 4 പേരെ സാക്ഷ്യപ്പെടുത്തണം, വിറ്റ്നസ് ഫോർ ദ ഡെത്ത്. മരിച്ചു എന്നുള്ള 4 പേര് സാക്ഷ്യം. ഒരാൾ വന്ന് വിട്ടുപോയാൽ, മിസ്സായാൽ പോലും അടുത്തയാൾ അത് കണ്ടുപിടിക്കും. യേശു മരിച്ചിട്ടില്ല എങ്കിൽ അവരെ കണ്ടുപിടിക്കും. സോ അതുകൊണ്ട് യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ കുരിശിൽ നിന്നിറക്കി രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണ് യേശു രക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 4 ചോദ്യങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ് സാക്ഷികൾ? സാക്ഷികളുടെ സാക്ഷ്യം തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, എത്ര സാക്ഷികളുണ്ട്? ഇപ്പം ഒരാളോ 2 പേരോ ആണ് സാക്ഷികളെങ്കിൽ അപ്പം നമുക്ക് പറയാം അത് കൽപ്പിതമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കെട്ടുകഥയാണെന്ന് പറയാം. പക്ഷെ ആവശ്യത്തിന് സാക്ഷികളുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ സാക്ഷികളെ വിശ്വസനീയമായ സാക്ഷികളാണ്. നാലാമത്തെ കാര്യം, were there non-prejudicial. സോ ഈ 4 കാര്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തേത്, സാക്ഷികളുടെ സാക്ഷ്യം തമ്മിൽ കോൺട്രഡിക്റ്റ് ആകുന്നുണ്ടോ? യഹൂദരുടെ സാക്ഷ്യമാണേലും റോമക്കാരുടെ സാക്ഷ്യമാണേലും ക്രിസ്തു ശിഷ്യന്മാരുടെ സാക്ഷ്യമാണേലും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഒന്നാമത്. രണ്ടാമത് വന്ന് എത്ര സാക്ഷികളുണ്ടായിരുന്നു? ക്രിസ്ത്യൻസ് തന്നെ ഒത്തിരിയേറെ സാക്ഷികളുണ്ടായിരുന്നു. ശതാധിപനും റോമൻ പട്ടാളക്കാരും ഉണ്ടായിരുന്നു, മറ്റു ജൂതന്മാരുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്ന അവിടെയാണ് കുരിശുമരണം, യേശുവിന്റെ കുരിശുമരണം സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, വിറ്റ്നസിനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ കുരിശുമരണത്തിനെതിരായിട്ട് നടന്നില്ല, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ട് എന്ന് പറയുന്ന ഒരു തെളിവ് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.
ഓർക്കണം, യഹൂദന്മാർക്ക് യേശുവിനെ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ കുരിശുമരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ അവർ ഉറപ്പായിട്ടും അത് എഴുതി വയ്ക്കുമായിരുന്നു. സോ അതുകൊണ്ട് യേശുവിൻ്റെ കുരിശുമരണത്തിനെതിരായിട്ട് ഒരു തെളിവ് പോലും ഉണ്ടായിട്ടില്ല. സോ ഇവർ പറയുന്ന, അപ്പം സാക്ഷികൾ പറയുന്ന സാക്ഷ്യത്തെ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അടുത്തത് ഉള്ളത് സാക്ഷികൾ നോൺ പ്രിജുഡീഷ്യൽ ആണോ എന്നുള്ളതാണ്. വേണമെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ, അതായത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ പറയുന്ന സാക്ഷ്യത്തെ നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കാം. പക്ഷെ എന്നാൽ പോലും ജൂതന്മാരായവരുടെ സാക്ഷ്യങ്ങളുണ്ട്, റോമക്കാരുടെ സാക്ഷ്യങ്ങളുണ്ട്. ഇത് രണ്ടും വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെ കുറിച്ച് തറച്ചു. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് വരാവുന്ന ഒരു കണ്ടെത്തൽ, ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ മിശിഹായെ കുരിശിൽ തറച്ച് യഹൂദന്മാരും റോമാക്കാരും കൊന്നു. എല്ലാ തെളിവുകളും അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദും ഖുറാനും പറയുന്നത് തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.